2020 ലോകകപ്പിലെ ക്ലാസിക് പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. ആദ്യ ഓവറിൽ അഭിഷേക് ശർമ്മ പുറത്ത്. ടോസ് സമയത്ത് ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ ഹസ്തദാനം നൽകാതെയാണ് മടങ്ങിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ് വി രവീന്ദ്രനാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രുജീഷിലേക്കാണ്. രുജീഷ്, ഗുഡ് ഈവനിങ്. എന്തായാലും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് നഷ്ടമായി എന്നുള്ളത് ഏറെ നിരാശാജനകമാണ്. മാത്രമല്ല, എല്ലാവരും നോക്കിയിരുന്നത് ഇന്ന് ഇരു ടീമുകളും തമ്മിൽ ഹസ്തദാനം നടത്തുമോ എന്നുള്ളതാണ്. അത് നടന്നില്ല എന്നുള്ളതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അപ്പോൾ നിലവിൽ മത്സരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മത്സരത്തിന് പുറത്തുള്ള ഇത്തരം മറ്റ് വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. ഗുഡ് ഈവനിങ് സ്വാതി. എന്തായാലും മത്സരം വളരെ ആവേശകരമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടായെങ്കിൽ കൂടി അത് മറികടക്കുന്ന ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. ഇഷാൻ കിഷനും തിലക് വർമ്മയുമാണ് നിലവിൽ ക്രീസിലുള്ളത്. എന്തായാലും അഭിഷേക് ശർമ്മയെ ഒരു തിരിച്ചുവരവ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല. സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജുവിന് പകരം ഇന്ന് അഭിഷേക് ശർമ്മ വന്നു. എന്തായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പാകിസ്ഥാൻ നായകൻ തന്നെ പന്തെടുത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും പന്തെറിയാതിരുന്ന സൽമാൻ അലി ആഖ എന്തായാലും ഇന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് കണ്ടത്. പന്ത് ബൗളിംഗ് ഓപ്പൺ ചെയ്തത് അലിയാക്കിയാണ്. എന്തായാലും ആദ്യ ഓവറിൽ തന്നെ ഏറ്റവും അപകടകാരി എന്ന് കരുതുന്ന അഭിഷേക് ശർമ്മയെ പുറത്താക്കാനായി. അഭിഷേക് എന്തായാലും ആദ്യ ഓവറിൽ തന്നെ പുറത്തായി. രണ്ടാമത്തെ ഓവറിൽ പൂർത്തിയായപ്പോൾ എന്തായാലും ഇന്ത്യ ഒരു മികച്ച നിലയിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. വളരെ ആവേശകരമായ ഒരു മത്സരം എന്തായാലും ഉണ്ട്. അതിൽ ഏറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ക്യാപ്റ്റന്മാർ ടോസിന്റെ സമയത്ത് ഹസ്തദാനം നൽകിയില്ല. നേരത്തെ തന്നെ അതിനൊരു സൂചന ഉണ്ടായിരുന്നു. കാരണം ആ ഹസ്തദാനം ഉണ്ടാകില്ല എന്ന തരത്തിൽ ഒരു വാർത്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സമാനമായി തന്നെ ടോസിന്റെ സമയത്ത് സൂര്യകുമാറും സൽമാനും പരസ്പരം നോക്കാതെ പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ കൈ കൊടുക്കാതെയാണ് മാറിയത്. എന്തായാലും ഒരു മാറ്റം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ ഇല്ല. അഭിഷേക് തിരിച്ചെത്തിയപ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമായി. നമ്മൾ ഈ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊളംബോയിൽ സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ചാണ് കൊളംബോയിലേത്. കാരണം ഗാലറിക്ക് തന്നെ ആ മൈതാനത്തിന് വലിയ വലിപ്പമുള്ള ഒരു മൈതാനമാണ്. അതുകൊണ്ട് കൂടുതൽ സ്പിന്നർമാരെ രണ്ട് ടീമും അവസരം നൽകുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ നേരത്തെ തന്നെ കൊളംബോയിൽ 2 മത്സരങ്ങൾ കളിച്ച ഒരു അനുഭവം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ടീമിലാണെങ്കിൽ അഭിഷേക് ശർമ്മ തിരിച്ചെത്തിയപ്പോൾ സഞ്ജു പുറത്തായി. അതോടൊപ്പം തന്നെ അർഷദീപ് സിംഗിന് പകരം സ്പിന്നറായ കുൽദീപ് യാദവ് തിരിച്ചെത്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും കൂടുതൽ സ്പിന്നർമാരുടെ ഒരു അവസരമുണ്ട്. പക്ഷേ എന്തായാലും തുടക്കത്തിൽ അഭിഷേക് ശർമ്മയെ നഷ്ടമായത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. പക്ഷേ ഒരു തിരിച്ചുവരവ് ഇന്ത്യ നടത്തുകയാണ്. മികച്ചൊരു മത്സരം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. സ്വാതി. അതിനാണ് രുജീഷ്, എല്ലാവരും ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് ഇനി മത്സരം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൂപ്പർ പോരാട്ടം, ഗ്ലാമർ പോരാട്ടമാണ് 2020 വേൾഡ് കപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മത്സരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ചെറിയ നിരാശയൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യ അടിച്ചു കയറും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്നുള്ളതാണ്.